ഹലോ, അസ്സലാമലൈക്കും. നമ്മളെന്താ തൊലിച്ച ആർക്കെങ്കിലും അറിയോ? ഇത് തോലൊക്കെ ഒന്ന് ഇഞ്ചിയല്ല ഇട്ടത്. ഇത് മാങ്ങിഞ്ചിയാണ് സാധനം. ഞാൻ തോലൊക്കെ പോക്കിയിട്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് കാണിച്ച തോല് പോക്കാവുന്നതിന് മുമ്പുള്ള കാണിച്ചത്. ഇതാണ് കുറച്ച് തോല് പോക്കാനുള്ളതാട്ടത്. ഇതാണ് മാങ്ങിഞ്ചി. മാങ്ങൻ്റെ അതേ സ്മെല്ല്. ചെറുതാക്കി കുനുകുനുകുനേ എരിഞ്ഞ് കാട്ടിയിട്ടുണ്ട്. എൻ്റെ വിത്ത് നല്ല വലിയ വിത്താണ്. ഇതല്ലേ നല്ല വിത്ത്. നമ്മൾ ഇഞ്ചി വെച്ചിട്ട് വെച്ചേക്ക് ഉണ്ടാവില്ലേ, ഇതാണെങ്കിലും കണ്ടമാനുണ്ടാവും. ഇത് വലിയ തള്ളല്ലേ, ഈ തള്ളമേൽ തന്നെ എത്രമാനം കുട്ടികളെ മക്കളുണ്ടാകുന്നത്. അങ്ങനത്തെ കുറച്ച് തള്ളകളുണ്ട്. ഇത് തൊലിച്ച് ചിരണ്ടിയതാണ്. ചിരണ്ടി നന്നാക്കി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ കഴുകി കുറച്ച് വെള്ളത്തിട്ട് ഇതാ ചെറുതാക്കണേ. ചെറുതാക്കി ഇങ്ങനെ ചെറുതാക്കാനുള്ള ടേസ്റ്റാണ്. മാങ്ങന്നെ നല്ല സ്മെല്ലുണ്ട്. മാങ്ങയുടെ സ്മെല്ല്. ചമ്മന്തി കുറച്ച് നല്ല തേങ്ങയും പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല വലിയൊരു ടേസ്റ്റ്. മാങ്ങൻ്റെ അതേ ചോയ. അച്ചാറിട്ട് കാട്ടിത്തരട്ടോ. ഓക്കെ. നമ്മളുടെ ഉലുവ അച്ചാറിടാൻ വേണ്ടി ഉലുവ വറുത്ത് വെച്ചേട്ടോ. അച്ചാർ കൂടി ഉലുവ 2 ഉലുവ നമ്മൾ വറുക്കുകയാണ്. അച്ചാറിൽ മാങ്ങിഞ്ചിക്ക് ഇടാനുള്ള അച്ചാർ കൂട്ട് തയ്യാറാക്കുക. കടുകും വറുത്ത് പൊടിച്ചിട്ട് കടുകും രസമുണ്ട്. കാശ്മീരി മുളക് ഇട്ടണം. നല്ല കാശ്മീരി മുളകില്ല, ഞാൻ സാധാ മുളകും പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത്. കടുക് പൊട്ടിട്ട് അരി പറയുന്നുണ്ട്. പൊട്ടിത്തെറിച്ചത് ശരിയാട്ടോ. കേട്ടിട്ടുള്ളൂ കടുക് പൊട്ടിട്ട് അരി. പിരി സൗണ്ട് ഇട്ടില്ലേ, അതാണ് കടുക് പൊട്ടിട്ട മാതിരി. അത് ഉണ്ടാക്കാനുള്ള ചട്ടി എടുത്ത് വെച്ച് അതിലോട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണ വെച്ച് ഈ കടുകും കറിവേപ്പിൻ്റെ ഇലയിട്ട് വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിൻ്റെ ഇല ഇടട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇട്ട് നമുക്ക് മാങ്ങിച്ചിട്ട് ഒന്ന് വഴറ്റുക. അല്ലെങ്കിൽ ഇതിക്ക് കടുക് ഉലുവി വറുത്തൊടിച്ചിടുക. രസം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കാട്ടുക. വീഡിയോ എടുക്കലും ഇതൊക്കെ കാണിക്കുക. ഒക്കെ ഒരു കയ്യാൽ തന്നെ ആയിട്ട് നമ്മൾ കടുക് ഇട്ട് ഉലുവ ഇട്ട് മാങ്ങിഞ്ചി എരിഞ്ഞിട്ടില്ലേ, രസം മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടോ. നമ്മൾ ഈ കടുക് ഉലുവിയൊക്കെ വറുത്ത് പൊടിച്ചെന്ന് വെച്ചാൽ തിക്കായി കിട്ടാനാണ്. ഒരു കുഴമ്പലല്ലേ കടുക് ഇട്ട് ഇങ്ങനെ ചുടുവെള്ളം പറഞ്ഞിട്ട് നെല്ലും തിളപ്പിച്ച് എന്നിട്ട് നമുക്ക് സുർക്ക പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. ഏസൊരു ചുടുവെള്ളം പറഞ്ഞിട്ട് തിളച്ചൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാങ്ങിഞ്ചല്ലേ ഇതൊന്ന് വേവൊക്കെ ചെയ്യും. എന്നിട്ട് നമുക്ക് സുർക്ക വയ്ക്കാം. നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എസൻസ് പറഞ്ഞിട്ടോ. എസൻസ് അല്ല, സുർക്ക. എന്നിട്ട് വിനാഗിരിയില്ലേ നന്നാക്കി തളിച്ച് കഴിഞ്ഞാൽ അച്ചാർ കിട്ടും. അങ്ങനെ നമ്മളെ മാങ്ങിഞ്ചി അച്ചാർ തയ്യാറാക്കുന്ന വിധം. അസ്സലാമു അലൈക്കും.